ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ടുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്നൊരു പ്രത്യേക സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനിപ്പോൾ ഏത് ജോണറിലാണ് പെടുത്തുക എന്നറിയില്ല. എന്തായാലും നല്ലൊരു ജോണറാണ്. മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ നൽകിയ സിനിമ. ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ ത്രില്ലിംഗ് ആയിട്ടാണ് കഥ പോവുക. വളരെ എൻഗേജിങ് ആയിരിക്കും. എന്നാൽ ഹൊറർ മോഡും ഉണ്ട്. പക്ഷെ അത് മോശം ഹൊറർ അല്ല, നല്ല പ്രേതം, സ്നേഹമുള്ള പ്രേതം. പക്ഷെ ഇരുട്ടത്ത് വന്ന് പേടിപ്പിക്കും. അങ്ങനെ പാടില്ല. പകല് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടാവുമായിരുന്നു. ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു ഭർത്താവ്, ഭാര്യ മരണപ്പെട്ടതാണ്. അവളുടെ വേർപാട് ഇയാൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇയാൾ ഫീൽ ചെയ്യുന്നത് മരിച്ച ഭാര്യ ഇയാളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരാരും വിശ്വസിക്കില്ലാതെ. എന്നാൽ ഇയാൾ ഉറച്ചു വിശ്വസിക്കും അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാന്തനെ പോലെ പോരാടുകയാണ് നമ്മുടെ നായകൻ. അതാണ് ഈ സിനിമയുടെ കഥ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഒരു മിനിറ്റ്, വർഷം മറന്നു, 2002 റിലീസ് ചെയ്ത ഡ്രാഗൺ ഫ്ലൈ എന്ന അമേരിക്കൻ ചിത്രമാണ്. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ എയർപോർട്ടിലെ ജീവനക്കാരോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയേ തീരോ. വിസയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ തടയരുത്. എന്റെ ഭാര്യ അവിടെ കുടുങ്ങിക്കിടക്കാണ്. ഇതാണ് നമ്മുടെ ഹീറോ. ഹീറോയുടെ ഭാര്യ ഇപ്പൊ വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്ത് കുടുങ്ങിക്കിടക്കുക. ഹീറോയ്ക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും കഴിഞ്ഞിട്ടില്ല. ഭാര്യയുടെ കയ്യിൽ നിന്ന് അവസാനമായിട്ടൊരു കോള് വരുന്നുണ്ട്. ആ രാജ്യത്തിലെ ഏതോ ഒരു ഗ്രാമത്തിലാണ് ഇപ്പൊ ആ പെണ്ണുള്ളത്. അവിടെയാണെങ്കിൽ കാലാവസ്ഥയൊക്കെ വളരെ മോശം. ആൾക്കാരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയെ നമുക്ക് ഹീറോയിൻ എന്ന് പറയാം. ഹീറോയിൻ ഒരു ഡോക്ടറാണ്. പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഈ നാട്ടിലേക്ക് വന്നതായിരുന്നു. ഇവിടെ മോശം കാലാവസ്ഥയാണ്. ആൾക്കാരെ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു ബസ്സിൽ കയറ്റി ഇവരെങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. എവിടേക്കാണെന്ന് അറിയില്ല എന്ന് ഹീറോയിൻ പറയും. എങ്ങനെയെങ്കിലും എയർപോർട്ടിലേക്ക് എത്താൻ നോക്ക് എന്ന് ഹീറോ പറയുന്നുണ്ട്. പക്ഷെ അധിക സമയം ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ലൈൻ കട്ടായി പോകും. അത് കഴിയുമ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ മെഡിക്കൽ ടീം ഒരു ബസ്സിൽ കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. കുറേയധികം കുട്ടികളും ഉണ്ട് ആ ബസ്സിനകത്ത്. കനത്ത മഴയും കാറ്റും. ഈ ബസ് പോകുന്ന വഴിയെ പെട്ടെന്ന് മല ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനെ കടന്നവർക്ക് പോകാൻ കഴിയില്ല. ഡ്രൈവർ പേടിച്ച് ബ്രേക്ക് ചവിട്ടും. മുന്നോട്ടോ പിന്നിലോട്ടോ പോകാൻ കഴിയാത്ത അവസ്ഥ. അപ്പോഴാണ് ഹീറോയിൻ കാണുന്നത് മഴവെള്ള പാച്ചലില് ഉരുൾപൊട്ടി ആ മല തന്നെ ഇടിഞ്ഞു വരുന്നുണ്ട്. അത് ഇവരുടെ ബസ്സിനെയും വലിച്ചെടുത്തോണ്ട് പോകും. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു. ഒപ്പം നമ്മുടെ ഹീറോയിനും മരണപ്പെട്ടിട്ടുണ്ട്. അവളുടെ ബോഡി കണ്ടു കിട്ടിയില്ലെങ്കിലും മരണപ്പെട്ടത് ഉറപ്പായി. അതുകൊണ്ട് നാട്ടിലെ പള്ളിയിൽ വെച്ച് അവളുടെ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. മാനസികമായി വളരെ തളർന്ന അവസ്ഥയിലായിരിക്കും. ആ രാജ്യത്തെ റെസ്ക്യൂ ടീമിനെ വെച്ച് ഇവർ ആ നദിയെല്ലാം അരിച്ചു പെറുകിയിട്ടുണ്ട്. എന്നാലും ബോഡികളൊന്നും കണ്ടുകിട്ടിയില്ല. ആ ബസ് കണ്ടുകിട്ടി. ബസ്സിനകത്തുണ്ടായിരുന്ന ബോഡികളെല്ലാം വെള്ളപ്പാച്ചിൽ അടിച്ചുകൊണ്ടുപോയി. ഭാര്യയുടെ വേർപാട് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഹീറോ എല്ലാ സമയത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഹീറോയും ഒരു ഡോക്ടറാണ്. ലീവ് എടുക്കാതെ ജോലി ചെയ്യുന്നു, ഓവർ ടൈം ചെയ്യുന്നു, എല്ലാ സമയത്തും ആശുപത്രിയിലുണ്ട്. അപ്പോഴാണ് ഒരു ആക്സിഡന്റ് കേസ് വരുന്നത്. ഒപ്പം തന്നെ ഒരു സൂയിസൈഡൽ കേസും വരുന്നുണ്ട്. ഈ സൂയിസൈഡൽ കേസ് കണ്ടിട്ട് ഈ പേഷ്യന്റിനെ എനിക്ക് വേണ്ട, മറ്റൊരു ഡോക്ടർക്ക് കൊടുത്തേക്ക്, ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ചികിത്സിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സൂയിസൈഡ് കേസ് മാറ്റി ഡോക്ടർ ആക്സിഡന്റ് കേസ് അറ്റൻഡ് ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ മറ്റൊരു പ്രഗ്നന്റ് വുമൺ വരുന്നുണ്ട്. അവരുടെ ഹെൽത്ത് വളരെ മോശമായിരിക്കും. 6 മാസം മാത്രമാണ് ഗർഭമുള്ളത്. കുഞ്ഞിനെ പുറത്തെടുത്തില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ജീവന് ഭീഷണിയുണ്ട്. പക്ഷെ ഡെലിവറി നടത്തണമെങ്കിൽ ബന്ധുക്കളുടെ അനുവാദം വേണ്ടേ. എന്നാൽ ഹീറോ അതിനുവേണ്ടി പോലും കാത്തിരിക്കില്ല. ജീവൻ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഡെലിവറി എടുക്കും. അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. പക്ഷെ അത് കഴിയുമ്പോൾ ഡീൻ വന്ന് ഹീറോയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പേഷ്യൻസിനെ രക്ഷപ്പെടുത്തിയെങ്കിലും അനുവാദം ചോദിക്കാതെ ഇങ്ങനെയുള്ള സർജറി നടത്താൻ പാടില്ല. അത് ഹോസ്പിറ്റലിന് ബുദ്ധിമുട്ടാണ്. എന്തിനങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, 2 പേർക്കും ജീവനുണ്ടല്ലോ, പിന്നെന്താണ് കുഴപ്പം, ഞാൻ എന്റെ ജോലിയെ ചെയ്തുള്ളൂ എന്ന്. അപ്പൊ ഡീൻ ആ ഒരു കേസ് മാത്രമല്ല, ഒരു സൂയിസൈഡൽ കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞ് മാറ്റിവിട്ടു. ജോയി ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഭാര്യ മരിച്ചതിന് ശേഷം ഓവർ ടൈം ജോലി ചെയ്യുന്നു. കൂടെ ജോലി ചെയ്യുന്നവരോടെല്ലാം ദേഷ്യപ്പെടുന്നു. എല്ലാ കാര്യങ്ങളും അബ്നോർമൽ ആയിട്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ മാനസിക നില ശരിയല്ല. കുറച്ച് നാൾ ലീവ് എടുത്തതിന് ശേഷം വന്നാൽ മതി എന്ന് ഡീൻ പറയും. എന്നാൽ ഹീറോ ലീവ് എടുക്കാൻ തയ്യാറില്ല. ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നേരം അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സിനോട് ഹീറോ ചോദിക്കുന്നുണ്ട്, നീയാണല്ലേ ആത്മഹത്യ കേസ് ഡീനോട് പറഞ്ഞു കൊടുത്തത്? അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ ആ പേഷ്യന്റിന് എന്ത് പറ്റി, എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ ലേഡി പറയും, അവരുടെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെയാണ്, സൈക്കോളജി വാർഡിലേക്ക് മാറ്റാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണെന്ന് പറയും. ഇപ്പൊ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ ലേഡിയെ ഹീറോ കാണാൻ വരുന്നുണ്ട്. കണ്ണു തുറന്ന പെണ്ണ് ഹീറോയോട് ചോദിക്കുകയാണ്, എന്നെ എന്തിനാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്? എനിക്ക് ജീവിക്കണ്ട, മരിച്ചാൽ മതി. ഇതിനേക്കാളും സമാധാനം കിട്ടുന്ന ഒരു ലോകത്തേക്ക് എനിക്ക് പോയാൽ മതി. അത് കേട്ട് ഹീറോ പറയും, എന്നാൽ നിന്റെ ഹൃദയം അതല്ല ആഗ്രഹിക്കുന്നു. വലിയ പോരാട്ടം നടത്തി അത് വീണ്ടും ജീവിക്കുന്നുണ്ട്.
ഒരവസരം കൂടെ തേടിയിട്ട് അതിനൊരു അവസരം നിനക്ക് കൊടുത്തൂടെ? പിന്നെ ഇതിനേക്കാളും നല്ലൊരു ലോകം മരിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഈ ലോകം എത്ര മോശമാണോ അതേ അവസ്ഥ തന്നെയായിരിക്കും അവിടെ. അതുകൊണ്ട് മരിക്കുന്നതിനെ കുറിച്ച് എന്റെ മോള് ചിന്തിക്കേണ്ട. കുറച്ചു നാള് എന്റെ വിരുന്നുകാരിയായിട്ട് ഇവിടെ അത് കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. ഇതും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഹീറോ തന്റെ കൂട്ടുകാരെ കാണാൻ വരും. അതൊരു ബാറിലേക്കാണ് വരുന്നത്. എല്ലാവരും ബിയർ അടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. ഹീറോ വന്ന ഉടനെ ഹീറോയുടെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് ഫോർ എമിലി എന്ന് പറഞ്ഞ് എല്ലാവരും ചേസ് ചെയ്ത് ബിയർ കഴിച്ചു തുടങ്ങുന്നു. അപ്പോഴാണ് അടുത്തിരിക്കുന്ന കൂട്ടുകാരി പറയാ, നമ്മളുടെ ഏറ്റവും നല്ല ഡോക്ടറായിരുന്നു എമിലി. ഷീ വാസ് ദ ബെസ്റ്റ് ഓഫ് അസ്. അവളെ നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എതിർവശത്തിരിക്കുന്ന കൂട്ടുകാരൻ പറയും, അവള് ഹാർട്ടും നീ മൈൻഡും ആയിരുന്നു. നിങ്ങൾ ഒരുമിച്ച് തകർക്കാൻ കഴിയാത്തൊരു ശക്തിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അവള് ചൂസ് ചെയ്തിട്ടുണ്ടാവാം. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് വീണ്ടും വിഷമാവും. എന്റെ ഹൃദയമാണ് എന്നെ വിട്ടുപോയത്. ഞാനിപ്പോൾ ഹൃദയമില്ലാത്തൊരു വ്യക്തിയായി. നീ പറഞ്ഞത് ശരിയാ, എനിക്കെന്തോ സുഖമില്ല, നിങ്ങൾ കഴിച്ചോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ബാറിൽ നിന്ന് ഇറങ്ങും. നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അയൽക്കാരി, ജോയി നിനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, പള്ളിയിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, സുഖമില്ലായിരുന്നു, നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നായിരുന്നു, ഇതാ പാഴ്സൽ എന്നും പറഞ്ഞ് ഹീറോയ്ക്ക് വന്ന പാഴ്സൽ കൊടുക്കും. അത് ഭാര്യ മരിക്കുന്നതിന് മുന്നേ ഹീറോയ്ക്ക് അയച്ച പാഴ്സലായിരുന്നു. അയൽക്കാരി നല്ലൊരു ഫ്രണ്ടാണ് ഹീറോയുടെ. ഈ പാഴ്സലും വാങ്ങി ഹീറോ വീടിനകത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു പറവയുണ്ടാവും. അതിനെ ഇവര് വളർത്തുന്ന ഭാര്യയുടെ പറവയായിരുന്നു അത്. അത് ഹീറോയോട് മിണ്ടില്ല, ഹീറോയിന് ഇഷ്ടമല്ല. വരുമ്പോൾ മൂട് തിരിച്ചിരിക്കത്തേ ഉള്ളൂ. വന്നതിന് ശേഷം ഹീറോ ആ പാഴ്സൽ തുറക്കുന്നു. അതിനകത്ത് ഒരുപാട് ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ ഉള്ളൊരു തൊട്ടിലാണത്. കുറെ അലങ്കാര തുമ്പികളുള്ളൊരു കുട്ടികളുടെ തൊട്ടില്. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഭാര്യയുടെ പഴയ ഓർമ്മകളൊക്കെ വരും. അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, ഒരു മരത്തിന്റെ കീഴെ അരുവിക്കരികില്. അവിടെ പോയി കിടക്കുന്ന സമയത്ത് ഹീറോ, നിനക്ക് അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ അതിലെന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കും. അപ്പൊ അവള് പറയും, എനിക്കൊരു പറവയാവാനാണ് ആഗ്രഹം, ഒരുപാട് പറന്ന് നടക്കണം, പറന്ന് പറന്ന് നിന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതായിരുന്നു അന്ന് അവള് പറഞ്ഞത്. അത് കഴിഞ്ഞ് വെനിസ്വലയിലേക്ക് പോകുന്ന സമയത്ത് ഹീറോ, വേണ്ട, നീ പ്രഗ്നന്റ് ആയ സമയ, എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അതൊരുപാട് അകലെയല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാ ഭാര്യയാണെങ്കിൽ, നിനക്കറിയാലോ ഞാനൊരു ഡോക്ടറാണ്, നമുക്ക് വാല്യൂസ് ഇല്ലേ, അവിടെ ഒരുപാട് കുട്ടികൾ ആപത്തില, അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് സേവ ചെയ്യേണ്ടത് എന്റെ കടമയാണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ പോയത്. ഇപ്പൊ പ്രസന്റില് അവളെ പഴയ മെമ്മറീസ് ഒക്കെ ആലോചിച്ച് വിഷമത്തോടെ കിടന്നുറങ്ങുന്ന ഹീറോ പെട്ടെന്നൊരു ശബ്ദം കേട്ട് എഴുന്നേൽക്കും. നോക്കുമ്പോൾ ഒരു പേപ്പർ വെയിറ്റ്, ഡ്രാഗൺ ഫ്ലൈ ഉള്ള ഒരു പേപ്പർ വെയിറ്റ് തന്നെത്താനെ ഉരുണ്ട് വന്ന് കിടക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പിറ്റേന്ന് ഹീറോ തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ ഡോക്ടറോട് ഈ കാര്യം പറയുന്നുണ്ട്. അവൾക്ക് ഡ്രാഗൺ ഫ്ലൈ, തുമ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ശരീരത്തിൽ തുമ്പിയെ പോലൊരു ബർത്ത് മാർക്കുണ്ട്. അവള് പറഞ്ഞത് അവളുടെ ഗ്രാൻഡ് ഫാദറിനും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാ. അത് മൂട്ടില്. അവൾക്ക് എന്തുകൊണ്ടോ തുമ്പികളെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തുമ്പിയുള്ളൊരു പേപ്പർ വെയിറ്റ് ആണ് അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്ത്. അത് ഇന്നലെ രാത്രി തന്നെത്താനെ ഉരുണ്ട് എന്റെ മുന്നിലേക്ക് വന്ന് വീണു. ഇപ്പോഴാണെങ്കിൽ ഞാൻ തുമ്പികളെ ഒരുപാട് കാണുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ഇത് കേട്ട് സീനിയർ ഡോക്ടർ പറയും, ഒരാളുടെ വേർപാട് നമ്മളെ മാനസികമായി പല ഡില്യൂഷനിലേക്ക് കൊണ്ടുപോകും. നീ ആ വീട്ടിൽ താമസിക്കണ്ട, അവിടുന്ന് മാറുന്നതായിരിക്കും നല്ലത്. ഭാര്യ ഇല്ലാതെ ഒറ്റയ്ക്ക് നീ ആ വീട്ടിൽ താമസിച്ചാൽ വീണ്ടും വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് തോന്നും, അവിടുന്ന് മാറിയേക്കെന്ന് പറയും. പിന്നെ നിന്റെ പാരറ്റ് സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എമിലിയോട് മാത്രമേ സംസാരിക്കൂ. എമിലി വീട്ടിൽ വന്ന ഉടനെ ഹണി ഐ എം ഹോം എന്ന് പറയും. ഈ പാരറ്റും തിരിച്ച് ഹണി ഐ എം ഹോം എന്ന് പറയും. എന്നെ കാണുമ്പോൾ മാത്രം മൂഡ് തിരിച്ചാണ് വയ്ക്കുന്നത്. ഞാൻ എന്ത് തെറ്റാണോ ചെയ്ത് ഇന്നുവരെ അതൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ ഡീൻ വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നുപോയോ? കുറച്ച് നാൾ ഓഫ് എടുക്കാൻ പറഞ്ഞല്ലേ, പിന്നെന്താ എടുക്കാത്തെന്ന് ചോദിക്കും. അപ്പൊ ഹീറോ, ഞാൻ ഓഫ് എടുക്കാന്ന് വിചാരിച്ചത് അപ്പോഴാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് ഓർമ്മ വന്നു. കുട്ടികളുടെ വാർഡിലാണല്ലോ അവള് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവള് പോയ സമയത്ത് എന്നെ അവിടുത്തെ കുട്ടികളെ നോക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. എന്തായാലും ഒരു 2-3 ദിവസം ഞാൻ ആ വാർഡിൽ ജോലി ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് ഓഫ് എടുക്കാന്ന് പറയും ഹീറോ. ഡീൻ അപ്പോ മറുത്തൊന്നും പറയുന്നില്ല. എന്തായാലും ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരൻ വിടുകയാണ്. ഭാര്യയാണെങ്കിൽ ഈ കുട്ടികളുടെ വാർഡിലെ എല്ലാ കുട്ടികളോടും നല്ല സ്നേഹത്തിലായിരുന്നു. ഒരു വലിയ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ആ വാർഡിൽ. അത് കണ്ടു കഴിഞ്ഞ് ഹീറോ ഓരോ പേഷ്യൻസിനെ ആയിട്ട് ചെന്ന് കാണുകയാണ്. ഒരു കുട്ടി കൈ കാണിക്കുന്നുണ്ട്. കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞ് രാത്രി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്ത് ഇരുന്നുറങ്ങുമ്പോഴാണ് ദൂരെ നിന്ന് ഒരു പയ്യന്റെ ശബ്ദം. ജോയി, ജോയി, നിങ്ങൾക്കെന്നെ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊരു പയ്യന്റെ ശബ്ദം ദൂരേന്ന് കേൾക്കാം. ആരാണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ആശുപത്രിയിലെ ആൾക്കാര് ബോധമില്ലാത്തൊരു പയ്യന്റെ ബോഡി കൊണ്ടുവരുന്നു. അവരെ കുഞ്ഞിനെ കൊണ്ടുവന്ന് CPR ഒക്കെ കൊടുത്ത് ജീവൻ വെപ്പിക്കാൻ നോക്കുന്നുണ്ട്. കുറെ ശ്രമിച്ചിട്ടും ചെറുക്കൻ അനക്കൊന്നുമില്ല, പൾസ് തിരിച്ചു കിട്ടുന്നില്ല. പെട്ടെന്നാണ് ഈ ചെറുക്കൻ കണ്ണു തുറന്ന് ഞെട്ടി എഴുന്നേക്കുന്നത്. വീണ്ടും ബോധം കെട്ടുകിടന്നു. ഉടനെ ഡോക്ടർമാർ അടുത്ത ശുശ്രൂഷയൊക്കെ കൊടുത്ത് ചെറുക്കന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഹീറോ ഈ പയ്യൻ ആരാണെന്ന് അവിടുത്തെ ഒരു നഴ്സിനോട് ചോദിക്കും. ആ നഴ്സ് പറയും, ഇത് ജെഫ്രിയാ, കുറച്ചു നാളായി
നമ്മുടെ ആശുപത്രിയിലുണ്ട്. ഈ പയ്യന്റെ ഹാർട്ട് ഇടയ്ക്ക് സ്റ്റോപ്പ് ആവും. ഒരു 10 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നെത്താനെ റിക്കവറായി തിരിച്ചു വരും. ഭയങ്കര മെഡിക്കൽ മിറാക്കിളാ. തിരിച്ച് ജീവനോടെ വരുമ്പോൾ ഏതെങ്കിലും കഥയും കൊണ്ടിട്ടാണ് അവൻ വരിക. ടണലിൽ വെച്ച് ആരൊക്കെയോ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അതിനെക്കുറിച്ച് ഈ ആശുപത്രിയിൽ പല കഥകളുണ്ട്. ഇതും പറഞ്ഞ് നഴ്സ് ചിരിക്കും. പിറ്റേന്ന് ഹീറോ ആ വാർഡിലെ ഒരു ലേഡി ഡോക്ടറെ കണ്ടിട്ട്, ഇന്നലെ ജെഫ്രി എന്ന് പറഞ്ഞ പയ്യനെ കൊണ്ടുവന്നിരുന്നല്ലേ, എനിക്ക് ആ പയ്യനെ ഒന്ന് കാണണം എന്ന് പറയും. അപ്പൊ ആ ഡോക്ടർ, ജെഫ്രി നിങ്ങളെ ഭാര്യയുടെ ഫേവറേറ്റ് പേഷ്യന്റ് ആയിരുന്നു, അവൻ 315-ലുണ്ട്, ചെന്ന് കണ്ടോളൂ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്, അവൻ എന്റെ പേഷ്യന്റ് ആണെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞിട്ട് ഹീറോ ആ മൊട്ടക്കുട്ടിയെ ചെന്ന് കാണുന്നുണ്ട്. ഹീറോ അകത്തേക്ക് കയറി പോകുമ്പോൾ തന്നെ ഈ കുഞ്ഞ് ഹായ് എന്ന് പറഞ്ഞ് ഒരു ചിത്രം വരച്ചത് കാണിച്ചു കൊടുക്കും. വളഞ്ഞ കുരിശ് പോലത്തെ ഒരു രൂപം. എന്നിട്ട് ഇതെന്താണെന്ന് അറിയോന്ന് ചോദിക്കും. ഹീറോ ജെല്ലി കൊണ്ട് ഒരു കുരിശ് വരച്ചാൽ അത് വളഞ്ഞു പോയതുപോലുണ്ട്, അതാണെന്ന് ചോദിക്കുക. അപ്പൊ പയ്യൻ ചിരിച്ചിട്ട്, എനിക്കറിയാൻ പാടില്ല ഇതെന്താണെന്ന്, നിങ്ങൾക്കറിയുമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കും അറിയില്ലെങ്കിൽ വിട്ടേക്കൂ എന്ന് പറയും. അപ്പൊ ഹീറോ, ഞാൻ ഇന്നലെ നിന്നെ ICUവിൽ വെച്ച് കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് കാണാമെന്ന്. അപ്പൊ ആ പയ്യൻ പറയും, എനിക്കറിയാം, ഞാനും ഇന്നലെ നിങ്ങളെ കണ്ടിരുന്നു എന്ന് പറയും. ഹീറോ ഷോക്ക് ആവുക. നിനക്ക് ഇന്നലെ ബോധം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നീ എന്നെ കണ്ടത്? അത് കേൾക്കുമ്പോൾ അവനെ നോക്കിക്കൊണ്ടിരുന്ന നഴ്സ് പറയും, ഈ പയ്യൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യിക്കാറില്ല. കാരണം ഇവിടെ ഒരു കന്യാസ്ത്രീ വന്നിരുന്നു എല്ലാ കുട്ടികളെയും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരോട് ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിച്ചിരുന്നു. എന്നിട്ട് പല കഥകളും ഉണ്ടാക്കി. അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ നഴ്സ് ഇറങ്ങിപ്പോവും. അടുത്ത മരുന്ന് കൊടുക്കുന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്. അപ്പൊ ഹീറോ വീണ്ടും ജെഫ്രിയോട് ചോദിക്കും, ഇന്നലെ നിനക്ക് ബോധമില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് എന്നെ കണ്ടു എന്ന് പറയുന്നത്? അപ്പൊ ജെഫ്രി പറയും, ഞാൻ മോളീന്നാ കണ്ടത്, സീലിംഗിൽ നിന്ന് നോക്കുമ്പോൾ എന്റെ ചുറ്റുണ്ടായിരുന്ന ആൾക്കാരിൽ നിങ്ങളെയും കണ്ടു. നിങ്ങളെ തലയിൽ ഒരു കഷണ്ടിയില്ലേ പുറകുവശത്ത്, അത് നല്ല വൃത്തിയായിട്ട് കണ്ടിരുന്നു ഞാൻ. ഹീറോയ്ക്ക് അങ്ങനെ ചെറിയ കഷണ്ടിയുണ്ട്. പയ്യൻ ശരിക്കും എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവോ എന്ന സംശയമാവും ഹീറോയ്ക്ക്. നിനക്ക് എന്റെ പേരറിയോ ജെഫ്രി എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. പയ്യൻ പറയും, ഇല്ല എനിക്കറിയില്ല, എന്റെ പേര് ജോയി ആണെന്ന് ഹീറോ. അത് കേട്ടുടനെ ആ കുഞ്ഞ് ചോദിക്കുകയാണ്, നിങ്ങൾ എമിലിയുടെ ജോയി ആണോ? ഞാൻ ഇന്നലെ അവരെ കണ്ടിരുന്നു, മഴവില്ലിനകത്ത് നിന്നാണ് അവർ വന്നത്. ഞാനപ്പോൾ വീണുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരുപാട് ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അവരാണ് എന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഹീറോ ചോദിക്കും, ഇന്നലെ നീയാണോ എന്റെ പേര് വിളിച്ചത് ജോയി എന്ന്? അതിനാ കുഞ്ഞ് പറയാണ്, അതെ ജോയി, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ഞാനാണ് വിളിച്ചത്, എമിലി എന്നോട് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഇതങ്ങനെ ആ കുഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പയ്യന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ പറ്റിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ കുഞ്ഞു പറയും, ഇന്നലെ രാത്രി ഞാൻ മരിച്ചു പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയായിരുന്നു ഡോക്ടർ. അത് കേട്ട് അച്ഛൻ ചിരിച്ചിട്ട്, ഇവന്റെ ബോധം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പല കഥകളും ഉണ്ടാക്കി പറയും. ഇതാ മിറർ കണ്ടില്ലേ, ആൾക്കാരുടെ തല പുറകിൽ കഷണ്ടിയാണോ എന്ന് അതിൽ നോക്കിയിട്ടാണ് അവൻ പറയുക. പലരെയും പറ്റിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോ വിചാരിക്കും കുഞ്ഞു പയ്യൻ പറ്റിച്ചാണെന്ന്. ഹീറോ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോകാൻ നേരം പയ്യൻ വീണ്ടും പറയും, ഞാൻ പറഞ്ഞൊന്നും കള്ളമല്ല, ഒരുപക്ഷെ ഒന്നുകൂടെ ആ സ്വപ്നത്തിലേക്ക് പോയി എമിലിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കോ? അതിന് ഹീറോ ഒന്നും മിണ്ടില്ല. മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു. പോയിട്ട് അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പയ്യനും ഇതേപോലെ വളഞ്ഞൊരു ക്രോസ് വരച്ചു വെച്ചിട്ടുണ്ട്. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഹീറോയ്ക്ക് മനസ്സിലാകും. പക്ഷെ എന്താണ് സംഭവം എന്ന് പിടികിട്ടിട്ടില്ല. ഹീറോ അച്ഛനെയും അമ്മേനെയും ചെന്ന് കാണുന്നുണ്ട്. ഹീറോയ്ക്ക് അച്ഛനും അമ്മയും ഒരു സിസ്റ്ററും പിന്നെ വേറെ ഏതോ ഒരാളവിടെ ഇരിപ്പുണ്ട്. പുള്ളി ആരാന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ സിസ്റ്ററെ ഹസ്ബൻഡ് ആയിരിക്കാം. ഈ ഫാമിലിയെ ചെന്ന് കണ്ട ഹീറോ ആ കുട്ടികളുടെ അനുഭവങ്ങളൊക്കെ പറയും. ഈ ഫാമിലി ഹീറോയ്ക്ക് വേണ്ടി ഒരു കൗൺസിലറെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ലേഡി കൗൺസിലറെ. കാരണം ഹീറോയുടെ മനോവസ്ഥ ഇപ്പൊ ശരിയല്ലെന്ന് ഫാമിലിക്ക് അറിയാം. ആ ലേഡി ഹീറോയോട് സംസാരിക്കും. മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവര് ഒരു ടണലിൽ വെച്ച് കണ്ടോ, ഒരു ഗ്രേവ് യാർഡിൽ വെച്ച് എനിക്ക് പല സംഭവങ്ങളുണ്ടായി എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. ഭാര്യയുടെ അകൽച്ച താങ്ങാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്കും അതുപോലുള്ള ഡില്യൂഷൻസ് ഉണ്ടാകുന്നാവാം. എമിലി നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ജോയ്? ഹീറോ പറയും, ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒളിവോ മറവോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കേട്ട് കൗൺസിലർ പറയും, അങ്ങനെയാണെങ്കിൽ കൂടെ നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്. കുടുംബക്കാരോടോ കൂട്ടുകാരോടോ സ്നേഹത്തോടെയല്ല നിങ്ങൾ പെരുമാറുന്നത്, വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. നമുക്കൊരു കൗൺസിലിംഗ് നടത്തിയാലോ എന്നവർ ചോദിക്കും. അത് കേട്ട് ഹീറോ പറയും, എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. എന്റെ ഭാര്യ തിരിച്ചു വരില്ല എന്നെനിക്കറിയാം. അത്രയ്ക്കും ബോധമുണ്ട് എനിക്ക്. ഞാൻ എന്താ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാത്ത. നിങ്ങൾക്ക് വേണ്ടത് ഫീസല്ലേ, അത് ഞാൻ തന്നേക്കാം. എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടില്ല, ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങാണ്. കാറും എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. അവിടെ വന്ന് പുതിയതായി കൊണ്ടുവന്ന ഒരു പേഷ്യന്റ് കുഞ്ഞിന്റെ മുറി ചെല്ലുമ്പോൾ അവനും ഈ വളഞ്ഞ കുരിശ് വരച്ചു വെച്ചിട്ടുണ്ട്. ഹീറോ മോന്റെ പേരെന്താന്ന് ചോദിക്കും. അവൻ പറയും ബെന്നാണെന്ന്. ഇതെന്തിനാണ് നീ വരച്ചെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പറഞ്ഞിട്ടാണ് ഞാൻ വരച്ചേ എന്നാ പയ്യൻ പറയും. ഏത് ലേഡിയാണെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ പടമില്ലേ, ആ ലേഡിയാണെന്ന പയ്യൻ പറയും. ഈ ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവര് നിങ്ങളെ അങ്ങോട്ട് പോകാൻ പറയുന്നു, അതിനാണ് ഞാൻ ആ ചിഹ്നം വരച്ചതെന്ന് പറയും. ആ ചിഹ്നം എന്താണ്, എങ്ങോട്ട് പോകാനാണ്, എന്താണ് ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പോൾ പയ്യൻ പറയും റെയിൻബോ, അവിടെ ഒരു മഴവില്ലുണ്ടെന്ന്. നമ്മളെപ്പോലെ തന്നെ ഹീറോയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല.
ഹീറോ ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, മോനെ നമ്മൾ ഇതിനു മുന്നേ പരസ്പരം കണ്ടിട്ടുണ്ടോ എന്ന്. കുഞ്ഞു പറയും, എനിക്കറിയില്ല, എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല. പിന്നെ എങ്ങനെയാണ് എന്റെ പേര് നിനക്കറിയാം? ആ കുഞ്ഞു പറയാണ്, നിങ്ങളുടെ മുഖം ആ ലേഡി എനിക്ക് കാണിച്ചു തന്നു, നിങ്ങളോട് ഈ കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക? അതിനുള്ള വഴി എന്തെങ്കിലും നിനക്കറിയുമോ എന്ന് ഹീറോ ചോദിക്കും. ആ കുഞ്ഞിനത് പറയാൻ അറിയില്ല. അത് കഴിയുമ്പോൾ നേരെ ഹീറോ അവിടുത്തെ ഒരു നഴ്സിനെ കണ്ടിട്ട്, ഇപ്പോ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞിന് എന്റെ ഭാര്യയെ പരിചയമുണ്ടോ, നേരത്തെ ആ കുഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവർ റെക്കോർഡ് എടുത്ത് നോക്കിയിട്ട്, ഇല്ല, ആ കുഞ്ഞിനെ ആദ്യമായിട്ട് ഇപ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നേരത്തെ വർക്ക് ചെയ്ത ഹീറോയിനുമായിട്ട് പരിചയപ്പെടാനുള്ള സാധ്യതയില്ലെന്ന് പറയും. ആകെ മൊത്തം ഒരു സ്ട്രേഞ്ച് അവസ്ഥ. ഹീറോ ഈ കാര്യങ്ങളെല്ലാം തന്റെ അയൽക്കാരിയോട് പറയുന്നുണ്ട്. പക്ഷെ അയൽക്കാരിയും അത് കാര്യമായിട്ട് എടുക്കില്ല. നിനക്ക് നാരങ്ങാച്ചാറ് വേണോ മാങ്ങാച്ചാറ് വേണോ എന്നൊന്ന് ചോദിക്കുക. ഹീറോ ദേഷ്യപ്പെടും. ഞാൻ എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നോട് പറയുന്നു, എന്നിട്ടത് വകവയ്ക്കുന്ന പോലും ഇല്ലല്ലോ. അത് കേട്ട അയൽക്കാരി, എന്റെ മോള് മരിച്ചപ്പോ എനിക്കും ഇതുപോലുള്ള ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു, എന്റെ കൂടെ തന്നെ അവൾ ഉള്ളതുപോലുണ്ടായിരുന്നു. ലേറ്ററാണ് മനസ്സിലായത് എന്റെ മനസ്സിൽ ഉദിച്ച ചിന്തകളായിരുന്നതല്ല, ഡില്യൂഷൻസ് ആയിരുന്നതല്ല. അതിന്ന് പുറത്തു വരാൻ എനിക്കൊരുപാട് സമയമെടുത്തു. നിനക്കും അതുപോലെയാ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ആ കുട്ടികൾക്ക് എന്തൊക്കെയോ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നീ പറയുന്നു. എമിലിക്ക് ആ കുട്ടികളെക്കാളും ബന്ധമുള്ളത് നിന്നോടല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നിനക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല? അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, കാരണം ഞാൻ പാതി മരണത്തിലേക്ക് പോയിട്ടില്ല. പാതി മരണത്തിൽ പോയവർക്ക് മാത്രമേ അവളെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് കഴിയാത്തത്. ഇത് കേട്ട അയൽക്കാരി പറയും, ഇതുപോലെ സംസാരിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ ഒരിക്കലും ഞാൻ എന്റെ ആശുപത്രിയിൽ നിനക്ക് ജോലി തരില്ല. നിന്റെ മൈൻഡിന് എന്തോ ഒരു കുഴപ്പമുണ്ട് ജോയ്, യു ആർ ക്രാക്കിംഗ്. എനിക്കത് മനസ്സിലാകുന്നു. എനിക്ക് നിന്നോട് സ്നേഹമാണ്. ദയവ് ചെയ്ത് കുറച്ചു നാള് പുറത്തെവിടെയെങ്കിലും പോയിട്ട് വാ. നിന്റെ തത്തമ്മ കിളിയെ ഞാൻ നോക്കിക്കോളാം. നീ പുറത്തു പോയിട്ട് വാന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന ഹീറോ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നു. ഒരു കയാക്കിംഗ് ഒക്കെ പോയിട്ട് വന്നാലോ എന്ന് വെച്ച് അതിന്റെ ലീഫ്ലെറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒപ്പം ഈ പുഴകളുള്ള ഒരു മാപ്പ് എടുക്കും, അതിലെങ്ങോട്ടാണ് പോണ്ടേന്ന് തീരുമാനിക്കാൻ. അപ്പോഴാണ് ഭാര്യയുടെ അവസാനമായിട്ട് വന്ന പാഴ്സലില് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉള്ളത് ഹീറോ കാണുക. അത് തുറന്നു നോക്കുമ്പോൾ ഈ വെനിസുല രാജ്യത്ത് ട്രൈബൽസിന്റെ കൂടെയും വെള്ളച്ചാട്ടത്തിന് കീഴിലായിട്ടും കാടിന് നടുവിലൊക്കെ ആയിട്ട് ഭാര്യ ഇരിക്കുന്ന പല ഫോട്ടോസും ഉണ്ടാവും. ഇത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേയധികം ഡ്രാഗൺ ഫ്ലൈസ്, പെരുത്ത തുമ്പികൾ വിൻഡോ ചില്ലി വന്ന് മുട്ടുന്നതായിട്ട് ഹീറോ കാണും. അത് വെളിച്ചം കണ്ടിട്ട് അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നതാണെന്ന് ഹീറോ വിചാരിക്കും. കാര്യമായിട്ട് എടുക്കാതെ മിണ്ടാതെ കിടന്നുറങ്ങുന്നു. ഉറങ്ങി രാത്രി അർദ്ധരാത്രി ആവുമ്പോ ഈ തത്തമ്മ കിളി ഹണി ഐ എം ഹോം, ഹണി ഐ എം ഹോം എന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹീറോ ആകെ ഞെട്ടിത്തരിച്ചു പോവാണ്. ഭാര്യ വീട്ടിലേക്ക് വന്നാൽ മാത്രമേ ആ പാരറ്റ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കൂ.